കിടന്നിടത്ത് കഴിഞ്ഞിട്ടിരിക്കണ പോലെയല്ലോ തോന്നുന്നത്. ഓക്കെ, കഴുകി ഫ്രഷ് ആയിട്ട് വന്നിരിക്കണം കേട്ടോ. നിങ്ങളൊരു 5 മിനിറ്റ് മുമ്പ് റെഡി ആവണം. കഴുതന്റെ പല്ലൊക്കെ തേച്ച് നോക്കിയും കഴുകി ഫ്രഷ് ആയിട്ട് വന്നിരിക്കണം കേട്ടോ. അല്ലാണ്ട് എനിക്കിനോട് അങ്ങ് ഇരിക്കരുത്, എനിക്കിനോട് കിടക്കലങ്ങ് ചാടി ഇരിക്കരുത്. ശരി, നമ്മള് കഴിഞ്ഞ എക്സസൈസ് അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് 2 ക്വസ്റ്റ്യൻ കൂടിയാണ് ചെയ്യാനുള്ളത് കേട്ടോ. അത് ഫിനിഷ് ചെയ്ത് നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുവാണ്. നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 26. 2 എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇനിയുള്ളൂ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. Slope of the normal to the curve. Slope of the normal to the curve y equal to 2x square plus 3 sin x. y equal to 2x square plus 3 sin x. ഒരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടേ? സ്ലോപ്പ് ഓഫ് ദി നോർമൽ. നോർമലിന്റെ സ്ലോപ്പ് കാണണം. നോർമലിന്റെ സ്ലോപ്പ് കാണണം കേട്ടോ. ഈ കർവിന്റെ നോർമലിന്റെ സ്ലോപ്പ് കാണണം. എങ്ങനെ കാണാൻ ചന്ദ്ര? -1 by അപ്പൊ ആദ്യം ഏത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണുക. മറ്റേ -1 by സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ആദ്യം സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ചെയ്തോളൂ കേട്ടോ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx ഈക്വൽ ടു എന്ത് വരും? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആൽഡ്രനെ, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അപ്പൊ എത്ര അവിടെ? അത് 4x പ്ലസ് 3 into cos x. 3 cos x. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. അറ്റ് x ഈക്വൽ ടു 0 എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ dy by dx at x ഈക്വൽ ടു 0 കാണാം. dy by dx at x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 4 into 0 0 പ്ലസ് 3 into cos 0. എത്ര വരും ഇതിന്റെ വാല്യൂ അൻവറെ? cos 0 എത്ര അൻവറെ? 1 അല്ലേ? 1. അപ്പൊ 3 into 1 3 കിട്ടും. ഇത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആട്ടോ. നമുക്ക് വേണ്ടത് സ്ലോപ്പ് ഓഫ് ദി നോർമൽ ആണ്. സ്ലോപ്പ് ഓഫ് ദി നോർമൽ ഈക്വൽ ടു -1 by dy by dx. This is equal to -1 by 3. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ഡി, -1 by 3. സ്ലോപ്പ് ഓഫ് ദി നോർമൽ at x equal to 0. Slope of the normal at x equal to 0. Last question. The line y equal to x plus 1. The line y equal to x plus 1 is a tangent to the curve y square equal to 4x at the point. ഏത് പോയിന്റ് ആണ്? കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ടാൻജന്റും തന്നിട്ടുണ്ട് കേട്ടോ. കർവിന്റെ ഇക്വേഷനും ടാൻജന്റും 2 സാധനങ്ങൾ തന്നിട്ടുണ്ട്. കർവിന്റെ ഇക്വേഷൻ y square equal to 4x, ടാൻജന്റ് y equal to x minus 1. ഏത് പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ആണ് അതാണ് ചോദിച്ചേക്കുന്നത്. ഏത് പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ആണ് നമുക്ക് നോക്കാം. സാധാരണ പോലെ കണ്ടുപിടിക്കാം. ആദ്യം തന്നെ കർവിന്റെ ഇക്വേഷൻ ഓഫ് ദി കർവ് എന്താണ്? y square equal to 4x. ഇക്വേഷൻ ഓഫ് ദി കർവ് ചെയ്ത് പിള്ളേരെ. ഇക്വേഷൻ ഓഫ് ദി കർവ് y square equal to 4x ആണ്. അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഓഫ് ദി കർവ് y square equal to 4x. കർവിന്റെ ഇക്വേഷൻ y square equal to 4x ആണ്. ദെൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ടാൻജന്റിന്റെ സ്ലോപ്പ്? ടാൻജന്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് y എന്നല്ല കേട്ടോ, y സ്ക്വയർ എന്നാണ് കിടക്കുന്നത് കേട്ടോ. y സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y into dy by dx, 2y into dy by dx equal to 4 എന്ന് കിട്ടും. 2y into dy by dx equal to 4. 2 കട്ടായി പൊക്കോളും. y dy by dx, y dy by dx equal to എന്ത് വരും? 2 എന്നാവും.
അല്ലെ 2 രണ്ടിടത്തും കട്ടായി പോയിട്ടോ. dy by dx ഈക്വൽ ടു 2/y എന്ന് കിട്ടും. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx ഈക്വൽ ടു 2/y. നമുക്കൊരു ടാൻജന്റ് അവിടെ തന്നിട്ടില്ലേ? ഒരു ടാൻജന്റ് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഡയറക്റ്റ് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അതിന് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന ടാൻജന്റിൽ നിന്ന് ഡയറക്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ടാൻജന്റിൽ നിന്ന് ഡയറക്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഗിവൺ ടാൻജന്റ് കണ്ടോ, ദ ലൈൻ y ഈക്വൽ ടു x പ്ലസ് 1 ഈസ് എ ടാൻജന്റ് എന്നാ പറഞ്ഞേക്കുന്നത്. ലൈൻ y ഈക്വൽ ടു x പ്ലസ് 1 ഒരു ടാൻജന്റ് ആണ്. y ഈക്വൽ ടു x പ്ലസ് 1 ഒരു ടാൻജന്റ് ആണ് കേട്ടോ. ഇവിടെ ബാക്കി സൈഡിൽ എഴുതാം. ഗിവൺ ടാൻജന്റ് ആണ് y ഈക്വൽ ടു x പ്ലസ് 1 അല്ലെ. അപ്പൊ ഇതിനകത്ത് സ്ലോപ്പ് എന്ത് കിട്ടും? y ഈക്വൽ ടു x പ്ലസ് 1 ടാൻജന്റ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എത്രയാണ്? ആ ടാൻജന്റിന്റെ സ്ലോപ്പ് എത്രയാണ്? എത്രയാ മീന? ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്ന സ്ലോപ്പ് എങ്ങനെ എഴുതാൻ? അതിനകത്ത് y ഈക്വൽ ടു x പ്ലസ് 1 ഒരു ലൈൻ, ആ ലൈൻ ടാൻജന്റ് ആണ്. ടാൻജന്റ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എത്ര കിട്ടും? പെട്ടെന്നാവട്ടെ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് കേർവിന്റെ ഇക്വേഷനാ. കേർവിന്റെ ഇക്വേഷനാ ഡിഫറൻഷിയേറ്റ് ചെയ്ത സ്ലോപ്പ് കിട്ടണത്. കേർവിന്റെ ഇക്വേഷൻ. ഇത് കേർവ് അല്ല, ഇത് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ. കേർവിന്റെ ഇക്വേഷനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ടാൻജന്റ് കിട്ടുന്നത്. സ്ട്രേറ്റ് ലൈൻ ആണ്. സ്ട്രേറ്റ് ലൈന് പിന്നെ ടാൻജന്റ് ഇല്ല. സ്ട്രേറ്റ് ലൈൻ, ഒരു ലൈനാണല്ലോ ടാൻജന്റ് എന്ന് പറയുന്നത്. ലൈൻ്റെ ഇക്വേഷൻ സ്ലോപ്പ് എങ്ങനെ കിട്ടും? 1 എങ്ങനെ കിട്ടി? 1 എവിടെ നിന്ന് കിട്ടി? എന്താ അതിൽ നസിയെ? y equal to mx plus c. y equal to mx plus c ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ സ്ലോപ്പ് എന്താണ്? 1. x ന്റെ കോഎഫിഷ്യന്റ് കേട്ടോ. y equal to mx plus c. ഇവിടെ y equal to mx, ഇവിടെ 1x ആണുള്ളത്. 1x ഇതാണ് സ്ലോപ്പ്. y equal to mx plus c, സ്ലോപ്പ് 1. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക കേട്ടോ. therefore 2/y equal to 1 എന്ന് വരും. നമ്മൾ ആദ്യം ഇവിടെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. 2/y 1, 2/y equal to 1. ഇതിനകത്ത് y equal to 2 എന്ന് കിട്ടും. y equal to 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ y equal to 2. ഇനി x കണ്ടുപിടിക്കണം. x എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ പോയിന്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. y കിട്ടി. x എങ്ങനെ കണ്ടുപിടിക്കാവോ? സാർ x എവിടെ നിന്ന് കിട്ടും? y square is equal to 4x എന്നല്ലേ? അവിടെ കൊടുക്കണം. കേർവിന്റെ ഇക്വേഷനിൽ കൊടുക്കണം. കേർവിന്റെ ഇക്വേഷനിൽ കൊടുക്കുക കേട്ടോ. കേർവിന്റെ ഇക്വേഷനിൽ കൊടുക്കുക. y സ്ക്വയർ ഈക്വൽ ടു 4x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഈക്വൽ ടു 2 ഇൻ y സ്ക്വയർ ഈക്വൽ ടു 4x. 2 സ്ക്വയർ 4 ഈക്വൽ ടു 4x. therefore x ഈക്വൽ ടു 1 എന്ന് കിട്ടും. x ഈക്വൽ ടു 1. അപ്പോൾ പോയിന്റ് x1 ആണ്, y2 ആണ്. 1, 2 ആണ് പോയിന്റ് കേട്ടോ. പോയിന്റ് 1, 2. എക്സസൈസ് കഴിഞ്ഞു കേട്ടോ. നിലവിൽ നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഈ ആദ്യത്തെ 3 എക്സസൈസ് ആണ് ഫോക്കസ് ഏരിയക്കകത്ത് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ടോ. ബാക്കി 2 കാര്യങ്ങളില്ല. നമ്മൾ തൽക്കാലം ഈ ചാപ്റ്റർ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ചാപ്റ്റർ ഇവിടെ നിർത്തുന്നു. അടുത്ത ചാപ്റ്റർ 7 ഇന്റഗ്രേഷൻ. ചാപ്റ്റർ 7 ഇന്റഗ്രേഷൻ ഹെഡിങ് കൊടുത്തുക. ചാപ്റ്റർ 7 ഇന്റഗ്രേഷൻ.
നമ്മളിപ്പോ പഠിച്ച ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ് കേട്ടോ ഇന്റഗ്രേഷൻ. കിട്ടിയ അൻവറെ ഇന്റഗ്രേഷൻ കണ്ടോ ടെക്സ്റ്റിനകത്ത്? ഇന്റഗ്രേഷനുള്ള ചാപ്റ്റർ കണ്ടോടാ? ഇല്ല. അടുത്ത പാട്ടല്ലേ? നീ അത് മറച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അതിനകത്തില്ല കേട്ടോ. വേറെ ആൾക്കാരും ഉണ്ടായിരിക്കും അത് മറച്ചുകൊണ്ടിരിക്കുന്നവര്. ആ ടെക്സ്റ്റിനകത്തില്ല, അടുത്ത പാർട്ടാണ് കേട്ടോ. പാർട്ട് 2-ലാണ് ഇന്റഗ്രേഷൻ. എല്ലാവരും അത് മറച്ചുകൊണ്ടിരിക്കും അല്ലെ? ശരി, അടുത്ത ടെക്സ്റ്റ് എടുക്കണം കേട്ടോ. അടുത്ത ടെക്സ്റ്റിനകത്താണ് ഇന്റഗ്രേഷൻ വരുന്നത്. പാർട്ട് 2 ആണ്. നമുക്ക് നോക്കാം. നമ്മളിപ്പോ പഠിച്ച ഈ ഡിഫറൻസിയേഷന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് കേട്ടോ. നേരെ റിവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ. ഡിഫറൻസിയേഷൻ അറിയാമെങ്കിലേ ഇന്റഗ്രേഷൻ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഡിഫറൻസിയേഷന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ്. നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ 4 വീലർ മുന്നോട്ട് ഓടിക്കുന്നില്ലേ? മുന്നോട്ട് ഓടിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്തും പഠിക്കും, വണ്ടി പുറകോട്ട് ഓടിക്കാനും പഠിക്കും അല്ലെ? തിരിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ പുറകോട്ട് ഓടിക്കേണ്ടി വരുമല്ലോ, റിവേഴ്സ് എടുക്കേണ്ടി വരും. ആ സെയിം പ്രൊസീജിയർ ആണ് കേട്ടോ. മുമ്പോട്ട് പോണത് ഡിഫറൻസിയേഷൻ ആണെങ്കിൽ പുറകോട്ട് ഓടിക്കുന്നത് ഇന്റഗ്രേഷൻ ആണ്. നേരെ റിവേഴ്സ് ആണ്, വേറെ യാതൊരു മാറ്റമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മുമ്പോട്ട് പോകുന്നത് ഇന്റഗ്രേഷൻ ആണെങ്കിൽ, ഡിഫറൻസിയേഷൻ ആണെങ്കിൽ നേരെ പുറകോട്ട് വരുന്നതാണ് ഇന്റഗ്രേഷൻ. നേരെ തിരിച്ചു വരിക, അതാണ് ഇന്റഗ്രേഷൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ്, ഒരു എക്സാമ്പിൾ പറയാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ സുഹൈലെ? 2x. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x ആണെങ്കിൽ ഇന്റഗ്രൽ എന്നുള്ള സിമ്പിൾ ഇതാണ് കേട്ടോ. ഡെറിവേറ്റീവിന് നമ്മൾ d/dx കൊടുക്കില്ലേ? ഡെറിവേറ്റീവിന് d/dx കൊടുക്കുന്ന പോലെ ഇന്റഗ്രലിൽ നിന്നുള്ളതിന്റെ സിമ്പിൾ ആണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇന്റഗ്രൽ ഓഫ് 2x, ഇന്റഗ്രൽ ഓഫ് 2x വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ഇന്റഗ്രൽ 2x dx എന്ന് കൊടുക്കും. ഇവിടെ നമ്മൾ എന്താ എഴുതണേ? ഇവിടെ നോക്കിയേ, ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു താഴത്തെ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x. ഇവിടെ അതുപോലെ തന്നെ ഈ ഡിക്ക് പകരം, ആദ്യത്തെ ഡിക്ക് പകരം ഇന്റഗ്രൽ ഓഫ് 2x വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് dx കേട്ടോ. ഈക്വൽ ടു, ആൻസർ എന്താന്ന് പറയാമോ? ഇന്റഗ്രൽ ഓഫ് 2x dx. ഇന്റഗ്രൽ ഓഫ് 2x dx എന്തായിരിക്കും ജെസിയ? എക്സ് സ്ക്വയർ ആണ്. ഇന്റഗ്രൽ ഓഫ് 2x dx, ഇന്റഗ്രൽ ഓഫ് 2x dx ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണെങ്കിൽ ഈ 2xന്റെ ഇന്റഗ്രലാണ് നേരെ തിരിച്ച് എക്സ് സ്ക്വയർ. നേരെ റിവേഴ്സ് പ്രോസസ് ആണ്. നേരെ റിവേഴ്സ് കേട്ടോ, വേറെ യാതൊരു മാറ്റവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണം മുന്നോട്ടാണെങ്കിൽ അടുത്തത് നേരെ പുറകോട്ട്, അത്രയേ ഉള്ളൂ. ഡിഫറൻസിയേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഡിഫറൻസിയേഷൻ നന്നായിട്ട് അറിയണം. ഡിഫറൻസിയേഷന്റെ ഫോർമുലാസും കാര്യങ്ങളും അറിയണം. ഡിഫറൻസിയേഷന്റെ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരും കേട്ടോ. ഇന്റഗ്രേഷൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഡിഫറൻസിയേഷനും ഉണ്ട്. ഡിഫറൻസിയേഷനും അതിന്റെ ഉള്ളിൽ പല സന്ദർഭങ്ങളിലും വരും. അതൊക്കെ ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഇന്റഗ്രേഷൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ഉപേക്ഷിച്ചു എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. ഡിഫറൻസിയേഷനും അതിന്റെ അകത്തൂടെ വരും. നേരെ റിവേഴ്സ് പ്രോസസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം പറയാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്താ? ഫൈസെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് 3x സ്ക്വയർ. സംശയമല്ലോടാ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് 3x സ്ക്വയർ ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 3x സ്ക്വയർ dx, ഇന്റഗ്രൽ ഓഫ് 3x സ്ക്വയർ dx ഈക്വൽ ടു, ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും ഫൈസെ. എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബ് dx, സോറി എക്സ് ക്യൂബ്. ദെൻ വേറെ ഡെറിവേറ്റീവ് ഓഫ് tan x. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് tan x? അസ്ലമേ, ഡെറിവേറ്റീവ് ഓഫ് tan x. ഡെറിവേറ്റീവ് ഓഫ് tan x ഓർക്കുള്ളതാണ്. ഇനി അത് പറയാൻ പറ്റില്ല കേട്ടോ.
ഇത് തൊട്ടത് പറയാൻ പറ്റില്ല. നീ ഇന്നോടെയും പറഞ്ഞു നാളെ മുതൽ ഇത് പറയാൻ പറ്റില്ല കേട്ടോ. അസ്ലമേ കേട്ടോ? നാളെ മുതൽ കാര്യം പറയരുത്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താ ആദിൽ മുഹമ്മദ്? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് കോട്ടെക്സാ? അതിപ്പോ കണ്ടുപിടിച്ചാണോടാ? അല്ല, കണ്ടുപിട്ട അങ്ങനെയാണ്. നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താണ്? 6 സ്ക്വയർ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു 6 സ്ക്വയർ എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 6 സ്ക്വയർ എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ ഓഫ് 6 സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? അതിലെ ഇന്റഗ്രൽ ഓഫ് 6 സ്ക്വയർ എക്സ് ഡി എക്സ് ടാൻ എക്സ്. എഴുതണ്ട കേട്ടോ, ഇതൊന്നും എഴുതണ്ട, അതൊന്നും നിങ്ങൾ എഴുതണ്ട. എഴുതാനുള്ള റിസൾട്ടുകളും കാര്യങ്ങളും ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഐഡിയ നേരെ റിവേഴ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. എഴുതിയേക്കണത്ത് ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ, ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എഴുതണ്ട, ഫോർമുലയൊക്കെ ഞാൻ പറഞ്ഞു തന്നോളാം. അപ്പൊ നമ്മൾ പഠിച്ച ഫോർമുലാസ് ഒക്കെ തിരിച്ചു പഠിക്കണം കേട്ടോ. നമ്മൾ നിലവിൽ പഠിച്ച ഫോർമുലാസ് എല്ലാം തിരിച്ചു പഠിക്കണം. ഇന്റഗ്രേഷൻ ആകുമ്പോൾ ആൻസർ എല്ലാം നേരെ തിരിച്ചു വരും. അതായത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് മാറും, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് മാറും, ആൻസർ ക്വസ്റ്റ്യനും ആയിട്ട് മാറും ഇന്റഗ്രേഷൻ ആയി കഴിയുമ്പോൾ. ദെൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. ആദ്യം എഴുതിയ കാര്യമാണ് കേട്ടോ, ആദ്യം എഴുതിയതാണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 2x dx ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നും പറഞ്ഞു. നേരെ തിരിച്ചും പറഞ്ഞു അല്ലെ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x, ഇന്റഗ്രൽ ഓഫ് 2x dx എക്സ് സ്ക്വയർ. ഞാൻ ചോദിക്കട്ടെ, അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്തായിരിക്കും സാലിമേ? Derivative of x square plus 2. 2x d by dx of x square. 2x d by dx of 2 ആണ്. നീ എന്നോട് തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ, നീ ആൻസർ പറ. Derivative of x square plus 2. X square 2x d by dx of 2. എത്രയാ? 0. അപ്പൊ എത്ര വരും മൊത്തം? 2x ആണ്. 2x. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x, ഡെറിവേറ്റീവ് ഓഫ് 2 0. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 2x dx ഇന്റഗ്രൽ ഓഫ് 2x dx ഈക്വൽ ടു എന്തായിരിക്കും ബേസിലെ? പറയടാ. ഇന്റഗ്രൽ ഓഫ് 2x dx x square plus 2 എന്നാണോ? x square plus 2. x square plus 2ന്റെ ഡെറിവേറ്റീവ് 2x ആ. x square plus 2ന്റെ ഡെറിവേറ്റീവ് 2x ആയപ്പോൾ ഇന്റഗ്രൽ ഓഫ് 2x എന്ന് പറയുന്നത് x square plus 2. ശരി. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് x square plus 10. എന്തൊരു എൽവിനെ? ഡെറിവേറ്റീവ് ഓഫ് x square plus 10 2x. ഇന്റഗ്രൽ ഓഫ് 2x dx x square plus 10. x square plus 10. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റഗ്രലിന് ഒത്തിരി ആൻസർ വരും. ഇപ്പോഴത്തേക്ക് ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്, ഇന്റഗ്രൽ ഓഫ് 2x dx, ഇന്റഗ്രൽ ഓഫ് 2x dx നി എക്സ് സ്ക്വയർ എന്ന് എഴുതി. ആദ്യം ഇന്റഗ്രൽ ഓഫ് 2x dx എക്സ് സ്ക്വയർ എന്ന് എഴുതി. നമ്മൾ പിന്നെ എഴുതിയേക്കാണത് x square plus 2 ആണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതിയേക്കാണത് x square plus 10 ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് x square plus 100 കൊടുക്കുന്നു വെച്ചോ.
ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 100 എടുത്താൽ 2x വരും. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 2x dx എന്ന് പറഞ്ഞത് വരും എക്സ് സ്ക്വയർ പ്ലസ് 100 എന്ന് വരും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് നമുക്ക് പരിഹരിക്കണം. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? എങ്ങനെ പരിഹരിക്കാം? ഈ ഡെറിവേറ്റീവ് വന്നപ്പോൾ നമ്മളിപ്പോൾ ഞാനിവിടെ റൈറ്റ് സൈഡില് കേട്ടോ, റൈറ്റ് സൈഡില് 4 എണ്ണത്തിന്റെ ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ട് അല്ലെ? 4 ഡിഫറെന്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ട്. 4 ഡിഫറെന്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കണ്ടപ്പോഴും ആൻസർ സെയിം ആയത് എന്തുകൊണ്ടാ ആഷിഖ് നസ്രെ? 4 ഡിഫറെന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടേക്കണത്, പക്ഷെ എല്ലാത്തിന്റെയും ആൻസർ സെയിം ആയിട്ട് വരത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്തേക്കണത്. അത് എന്തുകൊണ്ടാണ് ഈ 4 ആൻസറും സെയിം ആയത്? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ് കേട്ടോ അല്ലെ? ആ എക്സ് സ്ക്വയറിന്റെ കൂടെ 2 ചേർത്താലും 5 ചേർത്താലും 10 ചേർത്താലും 100 ചേർത്താലും എന്ത് ചേർത്താലും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോകും. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോകും. അതുകൊണ്ട് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് ഏത് കോൺസ്റ്റന്റ് ചേർത്താലും ആൻസറിനകത്ത് വ്യത്യാസം വരില്ല, ഡെറിവേറ്റീവ് 0 ആയി പോകും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാകാം എന്നുള്ള അസംഷനകത്ത് നമ്മൾ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി ചേർക്കും കേട്ടോ. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എക്സ് സ്ക്വയർ എന്ന് എഴുതി നിർത്തുകയല്ല ചെയ്യേണ്ടത്, എക്സ് സ്ക്വയർ പ്ലസ് സി എന്നാണ് കൊടുക്കുന്നത്. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രൽ ഓഫ് 2x dx ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് കൊടുക്കും. എക്സ് സ്ക്വയർ പ്ലസ് സി. ആ സി 0 ആണെങ്കിൽ ആദ്യത്തെ കേസായി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സി 0 ആണെങ്കിൽ ആദ്യത്തെ കേസായി. സിക്ക് 0 കൊടുത്താൽ ഒന്നാമത്തെ കേസ് കിട്ടും. ഈ സി 2 ആണെങ്കിൽ രണ്ടാമത്തതായി. സി എന്ന് പറയുന്നത് 10 ആണെങ്കിൽ മൂന്നാമത്തതായി. സി ഈക്വൽ ടു 100 ആണെങ്കിൽ നാലാമത്തെ കേസായി. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അതിന്റെ കൂടെ കാണും. മനസ്സിലായോ? എല്ലാ പ്രോബ്ലത്തിലും ചുമ്മാ പ്ലസ് സി എന്നിട്ടാ മതി, പ്ലസ് സി. കാരണം അപ്പുറം കോൺസ്റ്റന്റ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഡെറിവേറ്റീവ് എടുക്കുമ്പോഴേ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് 0 ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് നേരെ തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് ഉണ്ട് എന്നുള്ള ധാരണയിൽ ഇവിടെ ഒരു പ്ലസ് സി കൊടുക്കും. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ വേറെ എക്സാമ്പിൾ കാണിച്ചാൽ, ഇപ്പൊ ഇന്റഗ്രൽ അല്ല, ആദ്യം ഡെറിവേറ്റീവ് ഒന്നും എഴുതണ്ട കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് 10 എന്തുവരും? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് 10 എന്തായാലും ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് 10 cos x ആണ്. cos x 10ന്റെ ഡെറിവേറ്റീവ് ഓടാ 10 0 അപ്പൊ അല്ല 0 ശരി. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് 10 cos x ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ ഓഫ് cos x dx എന്താണ്? സൈൻ എക്സ് പ്ലസ് 10 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ഇന്റഗ്രൽ ഓഫ് cos x ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി എന്ന് കൊടുത്തേക്കും. കാരണം ഈ cos x എന്നുള്ള ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇവിടെ 10 ആയിരുന്നോ 100 ആയിരുന്നോ 50 ആണോ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ലല്ലോ. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അവിടെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ, കോൺസ്റ്റന്റ് ആയിട്ട് കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ജനറൽ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഒരു പ്ലസ് സി കൊടുക്കും. നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു പ്ലസ് സി കൊടുത്തേക്കും. കാരണം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവ് 0 ആയി പോയിട്ടുണ്ട്. അപ്പൊ തിരിച്ചു ചെയ്യുമ്പോൾ ആ കോൺസ്റ്റന്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി കൊടുക്കും. ഇനി 3 ടൈമിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ 3 ടൈമിനും കൊടുത്ത് 3 സി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാത്തിനും കൂടി ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ ഒരൊറ്റ സി കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വിചാരിച്ചോ? ഇന്റഗ്രൽ ഓഫ് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു തന്നോളാണ്ടോ. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 dx ഇങ്ങനെയാന്ന് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഇവിടെ 3 ടൈമില്ലേ? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ dx കാണണം, ഇന്റഗ്രൽ ഓഫ് 2x dx കാണണം, ഇന്റഗ്രൽ ഓഫ് 5 dx ആണ്. 3 ടൈമിന്റെ ഡെറിവേറ്റീവ് പോലെ തന്നെ കേട്ടോ. ഡെറിവേറ്റീവ് പോലെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം.
മൂന്ന് ടേമിന്റെ ഇന്റഗ്രൽ കാണണം. ഞാൻ ആൻസർ എഴുതാം. x³/3 പ്ലസ് 2x²/2 പ്ലസ് 5x എന്ന് വരും. അപ്പൊ മൂന്ന് ഇന്റഗ്രൽ എഴുതിട്ടോ, എന്നിട്ട് ഒരു സി കൊടുത്താൽ മതി. ഇന്ന് മൂന്ന് ഇന്റഗ്രലും എഴുതിയിട്ട് ഒറ്റ സി കൊടുത്താൽ മതി. മൂന്നിനും സി കൊടുക്കണ്ട. മൂന്നിനും സി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? വേറൊരു കോൺസ്റ്റന്റ് കിട്ടും. പറഞ്ഞ മനസ്സിലാവുണ്ടോ? നിങ്ങളിപ്പോ മൂന്നിടത്തും സി കൊടുത്തു വെച്ചോ. x²+3 കൂടെ ഒരു സി കൊടുത്തു, ഈ x² കൂടെ ഒരു പ്ലസ് സി കൊടുത്തു, 5x കൂടെ ഒരു സി കൊടുത്തു. ഈ സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ? ഈ മൂന്ന് കോൺസ്റ്റന്റോടെയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും? മൂന്ന് കോൺസ്റ്റന്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൽ നസിഹേ വേറൊരു കോൺസ്റ്റന്റ്. വേറൊരു കോൺസ്റ്റന്റ് കിട്ടും. അതുകൊണ്ട് പ്ലസ് സി എന്ന് ഒരൊറ്റ ഇത് കൊടുത്താൽ മതി. എത്ര ടേം ഉണ്ടെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ എത്ര ടേം ഉണ്ടെങ്കിലും എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ഒരേ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി കൊടുത്താൽ മതി കേട്ടോ. ഒറ്റ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി കൊടുത്താൽ മതി. ഒന്നും എഴുതിയിട്ടില്ല ബുക്കിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, നമുക്ക് റിസൾട്ട് ആണ് മെയിൻ ആയിട്ട്. ഇതിനകത്ത് റിസൾട്ട് ആണ് ആദ്യം എഴുതാനുള്ളത്. ഇന്റഗ്രൽ ഓഫ് എഴുതണ്ട കേട്ടോ, ഒന്നും എഴുതണ്ട. ഇന്റഗ്രൽ ഓഫ് f(x) dx. ഇന്റഗ്രൽ ഓഫ് f(x) dx ഈക്വൽ ടു ക്യാപിറ്റൽ f(x) പ്ലസ് സി. ഇത് സിമ്പിൾ ആണ് കേട്ടോ. ഇതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്റഗ്രേഷന്റെ സിമ്പിൾ ആണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നോണ്ട് പറഞ്ഞ. സ്കൂളിൽ പഠിച്ചോ? സ്കൂളിൽ ഇന്റഗ്രേഷൻ പഠിച്ചവരുണ്ടോ? ചുമ്മാ ഒന്ന് കൈവയ്ക്കാൻ മതി ഉണ്ടെങ്കിൽ. കേട്ടിട്ടൊന്നും അറിയാൻ വേണ്ടിയിട്ടാ. ശരി, ഗസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇന്റഗ്രേഷന്റെ സിമ്പിൾ ആണ് കേട്ടോ ഇത്. ഇന്റഗ്രേഷന്റെ സിമ്പിൾ ആണ് ആയിട്ടിരിക്കുന്നത്. സിമ്പിൾ ഈ വളഞ്ഞു കിടക്കുന്നത് ഇന്റഗ്രലിന്റെ സിമ്പിൾ ആണ്. ദെൻ ഈ ഫംഗ്ഷൻ ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ. ആദ്യം കിടക്കുന്നത് ഇന്റഗ്രലിന്റെ സിമ്പിള് സ്മോൾ f(x). ആ സ്മോൾ f(x) എന്ന ഫംഗ്ഷനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഫംഗ്ഷൻ ഒരു പേര് പറയും. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ പറയുന്ന പേരാണ് എന്താ ജസിയ? ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ പറയുന്ന പേര് ഇന്റഗ്രന്റ് എന്നാണ് പറഞ്ഞോ. ഇന്റഗ്രന്റ് എന്നാണ് ഈ ഫംഗ്ഷൻ പറയുന്ന പേര്. ഇന്റഗ്രന്റ് എന്ന് പറയും. ഇന്റഗ്രന്റ്. ഇപ്പൊ നമ്മള് ഡിവിഷനകത്ത് നമ്മൾ പറയില്ലേ ഡിവിഡന്റ്, ഡിവൈസർ എന്നൊക്കെ പറയില്ലേ, റിമൈൻഡർ, അതുപോലെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ആദ്യത്തേത് ഇന്റഗ്രലിന്റെ സിമ്പിൾ ആണ്. ആ f(x) എന്ന് പറയുന്നത് ഇന്റഗ്രന്റ് ആണ്. ഇന്റഗ്രന്റ് ഏത് ഫംഗ്ഷനെയാണോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ആ ഫംഗ്ഷനാണ് നമ്മൾ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത്. dx കാണിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഏതാണെന്നാണ് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് സിമ്പിൾ ആണ്. രണ്ടാമത് തന്നിരിക്കുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. അത് വിത്ത് റെസ്പെക്ട് ടു ഏതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്ന ഈ ക്യാപിറ്റൽ f(x). ഈ ക്യാപിറ്റൽ f(x) എന്താന്ന് പറയാമോ? റൈറ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ f(x) എന്താണ്? നിങ്ങൾക്ക് പറയാലോ അതെന്താന്ന്. എന്തായിരിക്കും അൻവറേ ആ ക്യാപിറ്റൽ f(x)? അതിന്റെ പേരില്ലാട്ടോ ഉദ്ദേശിച്ചത്. നിനക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞോ. ക്യാപിറ്റൽ f(x) എന്തായിരിക്കും? ഫംഗ്ഷൻ അല്ലേ? ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ നിനക്ക് എങ്ങനെയാ കിട്ടിയത്? എടാ എന്ത് ചെയ്തപ്പോ കിട്ടിയതാ അത്? ഇന്റഗ്രേഷൻ. എന്തിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ? ഏത് f(x)നെ? അതിന് എന്തൊരു പ്രത്യേകത പറയടാ. ചെറിയ f(x) കേട്ടോ, സ്മോൾ f(x). നമുക്ക് തിരിച്ചറിയണമല്ലോ. സ്മോൾ f(x)നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ അല്ലേ അപ്പുറം എഴുതിയേക്കണത്. സ്മോൾ f(x) എന്ന ഫംഗ്ഷൻ, സ്മോൾ f(x) എന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് അപ്പുറം കിടക്കുന്ന ക്യാപിറ്റൽ f(x) കേട്ടോ. അതിന് നമ്മൾ ഇന്റഗ്രൽ അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ആൻസർ. ഇന്റഗ്രൽ അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ് കേട്ടോ. ആന്റി ഡെറിവേറ്റീവ് ഇന്റഗ്രൽ അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ്. ഈ സി എന്താണ്? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ആ ടേംസിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. സി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേരെ. ഞാൻ നിർബന്ധം പറയില്ല. ഇതൊക്കെ എന്താന്ന് അറിയണമെങ്കിൽ മാത്രം. ഇന്റഗ്രൽ f(x) dx ഈക്വൽ ടു ക്യാപിറ്റൽ f(x) പ്ലസ് സി. ആദ്യത്തേത് ഇന്റഗ്രലിന്റെ സിമ്പിൾ ആണ്.
സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ, അതിന് പറയുന്ന പേരാണ് ഇന്റഗ്രന്റ്. ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എന്താന്ന് കാണിക്കുന്നു. കിട്ടുന്ന ആൻസർ ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതിന് പറയുന്ന പേരാണ് ഇന്റഗ്രൽ അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ്. ഈ ഇന്റഗ്രേഷന്റെ വേറൊരു പേരാണ് കേട്ടോ ആന്റി ഡെറിവേറ്റീവ്. ചിലപ്പോൾ ഫൈൻഡ് ദ ഇന്റഗ്രൽ എന്ന് പറയുന്നതിന് പകരം ഫൈൻഡ് ദി ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയും. ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ തന്നെയാണ്. ഇന്റഗ്രേഷന്റെ ഡെറിവേറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ്, ഡെറിവേറ്റീവിന്റെ ഓപ്പോസിറ്റ്, അതായത് ഇന്റഗ്രേഷനും ആന്റി ഡെറിവേറ്റീവും ഒന്നാണ്. സി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇനി നമ്മൾ ഫോർമുലാസിലേക്ക് പോകണം കേട്ടോ. ഫോർമുലാസ് കൃത്യമായിട്ട് പഠിക്കണം. നാളെ വരുമ്പോ തൊട്ട് ചോദിക്കും കേട്ടോ. എന്തൊട്ട് പണിഷ്മെന്റുകൾ കാര്യങ്ങൾ കൂട്ടുവാണ്, അല്ലാണ്ട് രക്ഷയില്ല. പഠിക്കാണ്ടും രക്ഷയില്ല കേട്ടോ. ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വരും. കാലത്ത് അവിടെ ഇരുന്ന് കേൾക്കുന്നതിന് പകരം ഇവിടെ ഇരുന്ന് കേൾക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഞാൻ ഏതായാലും ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ്, ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ എന്റെ അടുത്ത് അപ്പുറം ഇപ്പുറേക്കായിട്ട് 2-3 പേര് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. ശരി, ഫോർമുല നമുക്ക് എഴുതി വെക്കാം. ഫോർമുലാസ് ഹെഡിങ് കൊടുത്തോട്ടോ. സം സ്റ്റാൻഡേർഡ് ഫോർമുല. ഫോർമുലാസിന്റെ പ്ലൂറലാണ് കേട്ടോ. ഫോർമുലയുടെ പ്ലൂറലാണ് സം സ്റ്റാൻഡേർഡ് ഫോർമുല. ആ ബുക്കിന്റെ പേജ് 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേരെ കേട്ടോ. ബുക്കിന്റെ പേജ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. പേജ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. ഇവിടെ ഒരു ചെറിയ കോളം സീരിയൽ നമ്പറിന് മാത്രം. ആദ്യത്തേത് ഡെറിവേറ്റീവ് എന്ന് എഴുതിക്കൊള്ളുക. ഡെറിവേറ്റീവ്. ഇപ്പറേ ഇന്റഗ്രൽസ് അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ്. ബുക്കിനെ 2ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തേക്കുക. ഒരു പേജ് അങ്ങ് വരച്ച് വെച്ചോട്ടോ. ഉണ്ട്, ഒരു 10-20 ഫോർമുലാസിന്റെ അടുത്തുണ്ട്. ഒരു പേജ് അങ്ങ് വരച്ച് 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. സീരിയൽ നമ്പർ ഒരു ചെറിയ കോളം മതി, മാർജിനിൽ എഴുതിയാൽ മതി. ഡെറിവേറ്റീവ്, അപ്പറേ ഇന്റഗ്രൽസ് അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ്. ഫസ്റ്റ് വൺ, ഒന്നാമത്തത് ഡെറിവേറ്റീവ് ഓഫ് സി കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സി കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് സി ഈക്വൽ ടു 0 അല്ലെ. നമ്മൾ ഇപ്പുറം ഡെറിവേറ്റീവ് എഴുതും, നേരെ ഓപ്പോസിറ്റ് അപ്പുറം എഴുതും കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. 2ആയിട്ട് തന്നിരിക്കുന്നതിന് വേണ്ടിട്ടോ. ഇന്റഗ്രല് മാത്രം തന്നാൽ മതി. ഇപ്പൊ നിലവില് ഇന്റഗ്രേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിഫറൻസിയേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ അത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കമ്പയർ ചെയ്ത് മനസ്സിലാക്കി മറന്നു പോകാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുന്നത് കേട്ടോ. അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഡിഫറൻസിയേഷന്റെ ഫോർമുലാസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എഴുതിയേക്കണതാ. ഇവിടെ അത് എഴുതേണ്ട ആവശ്യമില്ല. അതിന്റെ നേരെ റിവേഴ്സ് ആണെന്ന് മനസ്സിലാക്കാനും അവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ തരുന്നത്. ഓക്കെ. ഡെറിവേറ്റീവ് ഓഫ് സി ഈക്വൽ ടു 0. d by dx of c equal to 0. c യുടെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ അടുത്ത ഇവിടെയാണ് ഇന്റഗ്രൽ ഓഫ് 0 dx. ഇന്റഗ്രൽ ഓഫ് 0 dx എന്തായിരിക്കും ആൽഡ്രനെ? ഇന്റഗ്രൽ ഓഫ് 0 dx c. സിയുടെ ഡെറിവേറ്റീവ് 0 ആണ്. സിയുടെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ 0യുടെ ഇന്റഗ്രൽ സി ആണ് കേട്ടോ.
സീറോയുടെ ഇന്റഗ്രൽ നേരെ തിരിച്ച് സി. ഇപ്പൊ തന്നെ പഠിച്ചും പൊക്കോളണം കേട്ടോ, ഇപ്പോൾ തന്നെ പഠിച്ചും പൊക്കൊള്ളുക. രണ്ടാമത്തത് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എത്രയാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്? സുഹൈലെ, എല്ലാവർക്കും അവസരം ഉണ്ട് കേട്ടോ, എല്ലാവരോടും ചോദിക്കാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എത്രയാണ് സുഹൈലെ? 1. അപ്പൊ തിരിച്ചു പറഞ്ഞടാ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണെങ്കിൽ ഇന്റഗ്രൽ 1 dx is equal to x പ്ലസ് സി. എക്സ് പ്ലസ് സി കേട്ടോ. ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എല്ലാത്തിലും കൂടെ കാണും. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1 dx, ഇന്റഗ്രൽ ഓഫ് 1 dx അല്ലെങ്കിൽ വെറുതെ dx എന്ന് എടുക്കും കേട്ടോ. 1 dx ഉം dx ഉം സെയിം ആണ്. ഇന്റഗ്രൽ ഓഫ് 1 dx അല്ലെങ്കിൽ dx ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ ഓഫ് 1 dx ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇപ്പോൾ തന്നെ പഠിച്ചു പൊക്കൊള്ളണം, എഴുതിയിട്ട് ചുമ്മാ ഇരിക്കരുത്, അതിലേക്ക് നോക്കി മനസ്സിലാക്കുക കേട്ടോ, കാര്യങ്ങൾ പഠിച്ചു പോവുക. Then derivative of x square. Derivative of x square എന്താ നിഹാലെ? 2x. എന്നിട്ട് പറഞ്ഞടാ. Integral of 2x dx is equal to x square plus c. x square plus c. ശരി ശരി. x square plus c. Derivative of 1 by x. ബേസിലെ ഡെറിവേറ്റീവ് ഓഫ് 1 by x. Negative 1 by x square. നെഗറ്റീവ് 1 by x square. നെഗറ്റീവ് 1 by x square. അങ്ങനെയാണെങ്കിൽ ബേസിലെ ഇന്റഗ്രൽ ഓഫ്, നമ്മൾ ആദ്യം നെഗറ്റീവ് കൊടുക്കില്ല കേട്ടോ, നെഗറ്റീവ് ആൻസറിലേക്ക് കൊടുക്കണുള്ളൂ. ഇന്റഗ്രൽ ഓഫ് പറഞ്ഞ ബേസിലെ തിരിച്ച് Integral of 1 by x square dx. ഇന്റഗ്രൽ ഓഫ് 1 by x square dx ഈക്വൽ ടു Negative 1 by x plus c. നെഗറ്റീവ് 1 by x plus c. ഇന്റഗ്രൽ ഓഫ്, കാരണം നെഗറ്റീവ് വെച്ച് ഫോർമുല കാണപ്പെടാൻ പഠിക്കണല്ലോ കേട്ടോ. നെഗറ്റീവ് ഇപ്പൊ വേണ്ട, നെഗറ്റീവ് ആൻസറിൽ വന്നാൽ മതി. രണ്ടും ഒന്നാണ് കേട്ടോ. നെഗറ്റീവ് എവിടെയെങ്കിലും ഒരിടത്ത് വരും, എവിടെയെങ്കിലും ഒരിടത്ത് വന്നാൽ മതി. എന്ന് അതിപ്പോ ഏത് സൈഡിൽ കിടന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആൻസറിന്റെ സൈഡിൽ വരത്തക്ക രീതിയിലായിരിക്കും ഇനിയുള്ളത് എല്ലാം എഴുതാൻ എങ്ങനെയായിരിക്കും കേട്ടോ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ പോസിറ്റീവ് വരും, നെഗറ്റീവ് ആൻസറിന്റെ സൈഡിൽ വരുന്ന രീതിയിൽ എഴുതും. ഡെറിവേറ്റീവ് ഓഫ് 1 by x മൈനസ് 1 by x square ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1 by x square മൈനസ് 1 by x plus c ആയിരിക്കും. അഞ്ചാമത്തത് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താ ജെസ്സിയ? ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1 by 2 root x. 1 by 2 root x. അങ്ങനെയാണെങ്കിൽ ജെസ്സിയ ഇവിടെ തിരിച്ചു പറഞ്ഞണം. ഇന്റഗ്രൽ ഓഫ് 1 by 2 root x dx. ആ 2 ഞാൻ അവിടെ എടുക്കുന്നില്ല കേട്ടോ, 2 ഞാൻ എടുക്കുന്നില്ല. 1 by root x dx നിർത്തും. ഇന്റഗ്രൽ ഓഫ് 1 by root x dx എന്തായിരിക്കും ആൻസർ? root x by 2 plus c. അല്ല, ഒന്നുകൂടെ ആലോചിക്കേ. താഴേന്ന് ഞാനൊരു 2 ഒഴിവാക്കി, താഴേന്ന് ഞാനൊരു 2 ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ വരും, എങ്ങനെ വരും? root x നാണോ? 2 root x. അത് അങ്ങോട്ട് മുമ്പ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ആവണത്, അല്ലേ ജെസ്സിയ? റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ താഴെയല്ലേ കിടക്കണത്, അത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 root x അല്ലേ വരുന്നത്. ഇന്റഗ്രൽ ഓഫ് 1 by root x dx, ഇന്റഗ്രൽ ഓഫ് 1 by root x dx ഈക്വൽ ടു 2 root x plus c ആണ് കേട്ടോ. 2 root x plus c.
കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതിയാൽ മതി, ധൃതിയൊന്നുമില്ല, പയ്യെ എഴുതിയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ഡെറിവേറ്റീവ് ഓഫ് നമ്മൾ ഫോർമുല ഒരു നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ചില ഫോർമുലയ്ക്ക് നേരെ തിരിച്ച് അതുപോലെ എഴുതില്ല കേട്ടോ. നേരെ അതുപോലെ തിരിച്ചെഴുതില്ല. മൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റും, കോൺസ്റ്റന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ കുറച്ച് അറേഞ്ച് ചെയ്തേ എഴുതുള്ളൂ. അപ്പൊ അതനുസരിച്ചുള്ള ചേഞ്ച് നിങ്ങൾ അപ്പുറം കൊടുത്തോളണം കേട്ടോ. നേരെ അതുപോലെ റിവേഴ്സ് അല്ല എഴുതുന്നത്. മൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി, കോൺസ്റ്റന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി, ഒന്ന് അറേഞ്ച് ചെയ്ത് ഭംഗിയായിട്ടാണ് എഴുതുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ചേഞ്ചസ് പറഞ്ഞോളൂ. ഇവിടുത്തെ ഞാൻ ആ താഴെ നിന്ന് 2 ഒഴിവാക്കി, താഴത്തെ 2 ഒഴിവാക്കിയപ്പോ ആ 2 എവിടെ കയറി? അപ്പുറം ആൻസർ കയറി 2√x ആയിട്ട് മാറി. കമ്പയർ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചോളണം. വേറെ എനിക്ക് പറഞ്ഞുതരാനില്ല കേട്ടോ. നാളെ വരുമ്പോൾ ചോദിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ളത് എനിക്ക് ചെയ്യാനുള്ളൂ. വേറെ ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ല ഇതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് അടുത്തത് എഴുതാൻ പറ്റേ കേട്ടോ. കഴിഞ്ഞിട്ട് എഴുതാം. ഇനി അടുത്ത് എഴുതണ്ട. 6ാമത്തത് ഡെറിവേറ്റീവ് ഓഫ് എഴുതണ്ട കേട്ടോ. ഇതല്ല ഞാൻ പറയാൻ പോകുന്നത്, അതുകൊണ്ടാണ് എഴുതണ്ടെന്ന് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. 6ാമത്തെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ പിള്ളേരെ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ മേഘ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ സൗണ്ട് ശരിയായോ മേഘ? നോക്കട്ടെ മേഘ. n minus n x raised to n minus 1, n x raised to n minus 1, n x raised to n minus 1. Derivative of x raised to n equal to n x raised to n minus 1. മേഘ, ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ അല്ലേ മേഘ? മേഘയുടെ സൗണ്ട് എനിക്ക് ഒരിക്കലും ക്ലിയർ ആവാറില്ല. പക്ഷെ ഞാൻ പറയുന്നതൊക്കെ മേഘ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ലേ? തലയാട്ടിയാലും മതി. ശരി ശരി, ഓക്കെ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n, n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ എഴുതണ്ട കേട്ടോ. ഞാൻ ഇങ്ങനത്തെ തരുന്ന റിസൾട്ട് ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n മൈനസ് 1 dx ഈക്വൽ ടു എന്തായിരിക്കും? കോൺസ്റ്റന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം കേട്ടോ. കോൺസ്റ്റന്റ് ഒരു സൈഡിൽ തന്നെ കിടക്കണമെന്നില്ല, മറു സൈഡിലേക്ക് കൊണ്ടുപോയതൊന്നും കുഴപ്പമില്ല. ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n മൈനസ് 1 dx എന്ത് വരും? എന്തായിരിക്കും ഫാരിസേ? ഫാരിസ് എക്സ് റൈസ് ടു n ഡിവൈഡഡ് ബൈ n. ഈ n ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു. എക്സ് റൈസ് ടു n ഡിവൈഡഡ് ബൈ n പ്ലസ്. ഇതല്ലാട്ടോ എഴുതുന്നത്. ഈ എക്സ് ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n മൈനസ് 1 എന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n എന്ന് പറയണം. ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n dx. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n പഠിച്ചില്ലേ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n പഠിച്ച പോലെ ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n എന്നാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒന്ന് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് n മൈനസ് 1 അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞു തന്നെ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n പ്ലസ് 1 എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n പ്ലസ് 1 ഹാഫിസേ? Derivative of x raised to n plus 1. n plus 1 n plus 1 into x raised to n. n plus 1 x raised to n അല്ലെ? ഡെറിവേറ്റീവ് ഓഫ് x raised to n plus 1. x raised to n ന്റെ n into x raised to n minus 1 ആണ്. അപ്പോൾ x raised to n plus 1 ആയപ്പോൾ n plus 1 into x raised to n plus 1 minus 1. ശരിയല്ലേ? n plus 1 x raised to n plus 1 minus 1 n വന്നു. n plus 1 x raised to. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് നേരെ തിരിച്ച് ഹാഫിസേ ഇതോടെ പറഞ്ഞു നേരെ തിരിച്ച് ഇന്റഗ്രൽ ഓഫ് x raised to n dx എന്തായിരിക്കും? Integral of ഇന്റഗ്രൽ ഓഫ് x raised to n dx equal to x raised to n plus 1 x raised to n plus 1 divided by n plus 1. n plus 1 plus c. Constant of integration ട്ടോ. Constant of integration. അപ്പോൾ നമ്മൾ ഇതാണ് എഴുതുന്നത് കേട്ടോ. ഈ റിസൾട്ട് ആണ് നമ്മൾ എഴുതുന്നത്. Derivative of x raised to n plus 1 equal to n plus 1 into x raised to n.
Therefore, integral of x raised to n dx equal to x raised to n plus 1 by n plus 1 plus c. ഇതാണ് ആറാമത്തെ റിസൾട്ട്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞതുപോലെ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഒന്ന് കൂട്ടിയെടുത്തത്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ പോലെ തന്നെ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. നമ്മൾ വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു റിസൾട്ട് ആണ് കേട്ടോ ഇത്. എപ്പോഴും ഉപയോഗിക്കുന്ന റിസൾട്ടാണ്. കഴിഞ്ഞോ? എഴുതിയോ? ഇനി ഞാൻ പറഞ്ഞ എഴുതണ്ട കേട്ടോ. ഇനി പറയുന്നത് എഴുതണ്ട. ജഡ്ജ്മെന്റിന് 1-2 എക്സാമ്പിളുകൾ കാണിച്ചു തരാം. എഴുതണ്ട. നമുക്ക് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കേട്ടോ പിള്ളേരെ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ പിള്ളേരെ? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഒന്ന് പറഞ്ഞേ, കേക്കട്ടെ. 2x. ശരി, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇനി ഇന്റഗ്രൽ ഓഫ് 2x, ഇന്റഗ്രൽ ഓഫ് 2x dx എന്ന് പറഞ്ഞാലുണ്ടല്ലോ 2 കോൺസ്റ്റന്റ്, 2 പുറത്തെടുത്തു. 2 കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ ഓഫ് എക്സ് എന്താന്ന് പറഞ്ഞേ? കോൺസ്റ്റന്റ് എപ്പോഴും പുറത്തെടുക്കാം കേട്ടോ. ഡെറിവേറ്റീവിനകത്ത് കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്ന പോലെ തന്നെ ഇന്റഗ്രലിനകത്തും കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഓഫ് 2x dx എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയ 2 പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് 2 ഇൻറ്റു എന്താണ് ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്? എന്തായാലും മോനെ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് കേട്ടില്ല? നീ മ്യൂട്ട് ചെയ്തോളാം. എന്താ സാലിമേ? 2x. ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്. എടാവേ നിങ്ങൾ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്. എടാ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്തേക്കുന്ന ഫോർമുല ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ അല്ലേ? നിങ്ങൾക്ക് എന്താ ഒരു ബോധം വരാത്തെ? ഈ ലാസ്റ്റ് ചെയ്തേക്കുന്ന ഫോർമുല നോക്ക്, ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ. ഈ ഇവിടെ എന്നിന് 1 എന്ന് കൊടുത്താ പോരെ? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ നമ്മൾ എഴുതി, അവിടെ എന്നിന് 1 എന്ന് കൊടുത്താൽ ഇന്റഗ്രൽ ഓഫ് എക്സ് ആവില്ലേ? അപ്പൊ എന്തോരു ആൻസർ? x square by 2. എക്സ് സ്ക്വയർ ബൈ 2. എക്സ് സ്ക്വയർ ബൈ 2 ഉണ്ടോ? ഈ എക്സ് സ്ക്വയർ ബൈ 2 2 വെട്ടിപ്പോവും. 2 വെട്ടിപ്പോയിട്ട് എന്തിനു കിട്ടും? എക്സ് സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായോ? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. എക്സ് സ്ക്വയറിനെ 2x-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ ഈ 2 വെട്ടിപ്പോയിട്ട് എക്സ് സ്ക്വയർ തന്നെ വരും. മനസ്സിലായ? വേറെ ഒരെണ്ണം പറയാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 5 എന്താണെന്ന് പറഞ്ഞത്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 5. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 5 എന്താ അവനെ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 5 5x raised to 4. അതായത് ശരിക്കും നമ്മൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഒരു പവർ കുറയൂല്ലേ ചെയ്യണത്? അല്ലേ പിള്ളേരെ? ഡെറിവേറ്റീവ് കാണുമ്പോൾ ഒരു പവർ കുറയില്ലേ? ഒരു പവർ കുറയും. അപ്പൊ ഇന്റഗ്രേഷൻ കാണുമ്പോൾ എന്ത് ചെയ്യണം? നേരെ റിവേഴ്സ് ആയിട്ട് ഒരു പവർ കൂടണം. ഒരു പവർ കൂടണം. അതാണ് n+1 വരുന്നത് കേട്ടോ. ഡെറിവേറ്റീവിനകത്ത് ഒരു പവർ കുറയും, ഇന്റഗ്രേഷനകത്ത് ഒരു പവർ കൂടുകയും ചെയ്യണം. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ കാണാനായിട്ട് ഇന്റഗ്രൽ ഓഫ് 5x raised to 4 എന്ന് പറഞ്ഞാൽ 5-നെ പുറത്തേക്ക് മാറ്റാം. എന്നിട്ട് ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 4. എന്താണ് ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 4? ആ ഫോർമുല അനുസരിച്ച് ഒന്ന് പറഞ്ഞ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 4 എന്തോരം ചന്ദന? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 4 5 into integral. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ്. ഇപ്പൊ ലാസ്റ്റ് എഴുതിയ ഫോർമുല നോക്കുക. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എന്താണ്?
Integral of x raised to 4. എല്ലാവരും ഉത്തരം കണ്ടുപിടിച്ച് വെച്ചോട്ടോ. നോക്കിയിരിക്കണ്ട, ഉത്തരം കണ്ടുപിടിച്ച് വെച്ചോളൂ. ഒരാളുടെ ചോദിക്കണുള്ളൂ. ആൻസർ എല്ലാവരും കണ്ടുപിടിച്ചോളൂ. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 4 എത്രയാണെന്ന്. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എന്നിന്റെ ഫോർമുല ഇപ്പൊ എഴുതിയിട്ടുണ്ട്. അപ്പൊ എക്സ് റേസ് ടു 4ന്റെ ഇന്റഗ്രൽ എത്രയാണ്? ചന്ദ്ര പെട്ടെന്നാവട്ടെ. X raised to 4 by എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താ ചന്ദ്ര? എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ X raised to n. എക്സ് റേസ് ടു n N X raised. അത് ഡെറിവേറ്റീവ് അല്ലേ കൊച്ചേ? ഞാൻ ചോദിക്കണ ഇന്റഗ്രൽ ആണ്. ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു n എന്താണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് xn plus 1 divided by n plus 1 plus c. xn plus 1 അല്ല കേട്ടോ, x റേസ് ടു n plus 1 ആ. xn plus 1 അല്ല. xn plus 1 എന്ന് പറഞ്ഞ് എഴുതുന്നത് എങ്ങനെയാ? ഇതാണ് xn plus 1. xn plus 1 ഇങ്ങനെയാണ് ഞാൻ എഴുതാൻ നിൽക്കുന്നത്. n plus 1 പവർ അല്ലേ? അപ്പൊ x റേസ് ടു എന്ന് തന്നെ പറയണം. x റേസ് ടു n plus 1. x റേസ് ടു n plus 1. അപ്പൊ ഇവിടെ എന്ത് വരും? x റേസ് ടു 4 ആകുമ്പോഴാ? പെട്ടെന്ന് പറ. x റേസ് ടു 4 ആകുമ്പോൾ എന്ത് വരും? 4 plus 1. അത് എത്രയാ? 5. x റേസ് ടു 5 by 5 എന്ന് വരും. ഈ 5ഉം 5ഉം വെട്ടിപ്പോയിട്ട് x റേസ് ടു 5 എന്ന ആൻസർ കിട്ടും. x റേസ് ടു 5. x റേസ് ടു 5. ചുമ്മാ ഇരുന്നുകൊണ്ട് ഒരു കാര്യം നടക്കില്ല കേട്ടോ. ചുമ്മാ ഇരുന്നുകൊണ്ട് ഒരു കാര്യം നടക്കില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അപ്ലൈ ചെയ്യണം. ചുമ്മാ കേട്ടിരുന്നാൽ മാത്രം പോരാ, അപ്ലൈ ചെയ്യാൻ പഠിക്കണം. എക്സ് റേസ് ടു n എന്ന് പറഞ്ഞു. എക്സ് റേസ് ടു എന്ന് ഫോർമുല പറഞ്ഞു തന്നു. എക്സ് റേസ് ടു 1 ചോദിച്ചാലും 2 ചോദിച്ചാലും 3 ചോദിച്ചാലും 4 ചോദിച്ചാലും അത് എന്നിന്റെ പകരം കൊടുത്തിട്ട് ഉത്തരം പറയാൻ പറ്റണം. അല്ലാണ്ട് എക്സ് റേസ് ടു n മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എക്സ് റേസ് ടു n എക്സ് റേസ് ടു n plus 1 by n plus 1 ആണ്. എക്സ് റേസ് ടു 5 എത്രയാ? അറിയില്ല. എക്സ് റേസ് ടു 10 എത്രയാ? അറിയില്ല. എന്നിന് പകരം 10 കൊടുത്താൽ മതി. 10 plus 1 by 11. അടുത്തത് ട്രിഗണോമെട്രിയിലേക്ക് വരികയാണ് കേട്ടോ. ട്രിഗണോമെട്രിയുടെ റിസൾട്ടുകളിലേക്ക് വരികയാണ്. അടുത്ത 6ാമത്തെ റിസൾട്ട്. 6 അല്ല 7ാമത്തെ അല്ലെ? ശരി, 7ാമത്തെ എഴുതിക്കൊള്ളുക. 7ാമത്തത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. എന്താ മീന ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്? അപ്പൊ നേരെ തിരിച്ചു പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്ത് എഴുതണം? ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ്. ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് മാത്രം മതിയോ? dx. dx. ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് dx ഈക്വൽ ടു എന്താണ്? sin x. സൈൻ എക്സ് മാത്രം എഴുതിയാൽ മതിയോ? sin x പ്ലസ് c. എല്ലാം ഞാൻ ചോദിച്ചാൽ മാത്രമേ പറയാമല്ലോ കേട്ടോ. ഓരോരോ കാര്യങ്ങളും ഞാൻ ചോദിക്കുമ്പോൾ മാത്രമേ പറയാമല്ലോ. ഒന്നിച്ച് ഉത്തരം പറയരുത് കേട്ടോ. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു പോകാൻ ചിലപ്പോൾ. രണ്ടാമത്തത് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. രണ്ടാമത്തെ അല്ല, 8ാമത്തെ കേട്ടോ. നമ്പർ അടുപ്പിച്ചിട്ടാവാ നിങ്ങള്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്? ആദിൽ നസിയെ. മൈനസ് സൈൻ എക്സ്. അപ്പൊ നേരെ ഇവിടെ തിരിച്ചു പറഞ്ഞു. ഇന്റഗ്രൽ ഓഫ് sin x dx equal to ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് dx ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് അല്ല മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഒരു മൈനസ് ഇല്ല അവിടെ. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് dx ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഒമ്പത് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു
എന്താ സാലിമ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്? Cosec x ആണ്. ഇന്ന് പറഞ്ഞതല്ലോ. Cosec x square ആണ്. അതൊന്നുമല്ല, ഇന്ന് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര ഓർമ്മക്കുറവ് ഇത്ര ചെറുപ്പത്തില്? ഇന്ന് പറഞ്ഞതാന്നുള്ളതാണ്. ഇന്ന് കാലത്ത് പറഞ്ഞ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താന്ന്? Sec square x. Sec square x. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു, മറച്ചൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, മറച്ചൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കാണാപ്പുറം പഠിച്ചിരിക്കണം. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് sec square x. തിരിച്ചു പറഞ്ഞടാ. റിസൾട്ട് തിരിച്ചു പറയാൻ, ഇന്റഗ്രലാക്കി പറയാൻ. Integral sec square x dx is equal to tan x plus c. Tan x plus c. Integral sec square x dx equal to tan x plus c. Sin cos tan. Then derivative of cosec x. Derivative of cosec x. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് cosec x? അബുവേ, ഡെറിവേറ്റീവ് ഓഫ് cosec x. Sir, minus cos x. അല്ല, tan x. അല്ല, ഇങ്ങനെ പറഞ്ഞ എന്തോരം പറഞ്ഞാലും ശരിയാവില്ല. ഇവിടെ അറിയാൻ പുള്ളി മറച്ചെങ്കിലും നോക്കടാ സമയം കൊണ്ട്. ഇതൊക്കെ ബുക്ക് തന്നേക്കേണ്ട റിസൾട്ടുകളല്ലേ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ചുമ്മാ ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു പറയാതെ മറച്ചെങ്കിലും നോക്കി കണ്ടുപിടിക്കുക. നാളെ തൊട്ട് ഞാൻ സമ്മതിക്കില്ല കേട്ടോ, ഞാൻ കൂടെ വരുത്തിക്കണുള്ളൂ, വേറെ മാർഗമില്ല. ഇതൊന്നും പഠിക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. റിസൾട്ടുകൾ അറിയാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. റിസൾട്ടുകൾ അറിഞ്ഞാൽ മാത്രം പോരാ, അത് അപ്ലൈ ചെയ്യാനും പഠിക്കണം. അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള സന്ദർഭങ്ങൾ അത് അപ്ലൈ ചെയ്യും വേണം. മ്യൂട്ട് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് cosec x. എന്താ ഫൈസ് ഡെറിവേറ്റീവ് ഓഫ് cosec x? Minus cosec x cot x. മൈനസ് cosec x cot x. തിരിച്ചു പറഞ്ഞ ഫൈസേ. തിരിച്ചു പറയടാ. ഇന്റഗ്രൽ ഓഫ് Cosec x cot x dx cosec x cot x dx equal to minus cosec x plus c plus c. Derivative of sec x. Derivative of sec x. Ashik Nasre. Ashik Nasr. Sec x tan x ആണോ? Sec x tan x ആണ്. Derivative of sec x tan x. തിരിച്ചു പറഞ്ഞടാ. Integral of sec x tan x is equal to sec x plus c. Sec x plus c. Question number 12. Derivative of cot x. Derivative of cot x. എന്താ സുഹൈലെ ഡെറിവേറ്റീവ് ഓഫ് cot x? ശരിക്കും അറിയില്ല സാർ. അത് പഠിച്ചിട്ടുണ്ടോ? പക്ഷെ കുറച്ച് നാളെ വേറെ ബുക്കില. വേറെ ബുക്കാണെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കാൻ പാടില്ല സുഹൈലെ. എവിടെ ഇരിക്കണെന്ന് അറിയില്ല. എടുക്കാൻ നാളെ നീ വിറ്റോ? നീ വിറ്റോ? ഇല്ല, എവിടെ ഉണ്ട്. ഉണ്ടോ? അത് ഭാഗ്യം, വലിയ ഉപകാരം അത്. എടാ നാളെ അറിയാതിരിക്കണോട്ടോ അതൊക്കെ.
ശരി. ഇനി അറിയാൻ പാടില്ലെന്ന് പറയണ്ട കേട്ടോ. നാളെ ഒരു ചോദിക്കുമ്പോൾ അറിയില്ല എന്നുള്ള ഉത്തരം പറയണ്ട. ഡെറിവേറ്റീവ് ഓഫ് കോട്ടെക്സ് എന്താ? ആൾറെഡി ഡെറിവേറ്റീവ് ഓഫ് കോട്ടെക്സ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. തിരിച്ചു പറഞ്ഞ ആൾറെഡി തെറ്റടാ. തെറ്റുണ്ട്. മൈനസ് കോട്ടെക്സ്. മൈനസ് വേണം അവിടെ. മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഇപ്പൊ 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻ എഴുതി കേട്ടോ. 6 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതി നേരെ തിരിച്ചു എഴുതി. കണ്ടോ നിങ്ങള്? 6 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും എഴുതി നേരെ തിരിച്ചും എഴുതിയപ്പോൾ 6 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെയും ഇന്റഗ്രൽ ഇപ്പൊ വന്നിട്ടുണ്ടോ എന്ന് നോക്കി. 6 ലെഫ്റ്റ് സൈഡില് നമ്മുടെ 6 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് എഴുതി. റൈറ്റ് സൈഡില് നമ്മൾ അതിനെ നേരെ തിരിച്ച് ഇന്റഗ്രൽ ആയിട്ട് എഴുതി. എന്റെ ക്വസ്റ്റ്യൻ, 6 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെയും ഇന്റഗ്രൽ ഇപ്പോൾ അവിടെ ഉണ്ടോ? 6 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെയും ഇന്റഗ്രൽ അവിടെ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ബേസിലെ ഇത് ഉത്തരം കേൾക്കട്ടെ. ഉണ്ടോ? എടാ 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഏതൊക്കെയാ? സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട്. 6 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടില്ലേ നോക്കി. ആദ്യത്തെ കോളത്തില് ഡെറിവേറ്റീവ് എന്നുള്ള കോളത്തിൽ 6 ഡെറിവേറ്റീവ് എഴുതിയിട്ടില്ലേ? ഉണ്ട്. എന്റെ ക്വസ്റ്റ്യൻ, ആ 6 ഇന്റഗ്രൽ അപ്പുറം ഉണ്ടോ എന്നാണ്. ഉണ്ടോ ബേസിലെ? ഇല്ല. ഏതില്ല? നീ പറഞ്ഞോളാ, ശരിയായിക്കോളൂ. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് അപ്പുറം ഉണ്ടോ നോക്കി. റൈറ്റ് സൈഡിൽ എഴുതിയേക്കണത് ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഉണ്ടോ നിങ്ങൾ. നമ്മളാ എഴുതിയ റിസൾട്ട് നേരെ തിരിച്ചെഴുതും അപ്പുറം ചെയ്തേക്കണത് അല്ലെ. ഡെറിവേറ്റീവിന്റെ റിസൾട്ട് എഴുതിയിട്ട് ആ ഡെറിവേറ്റീവിന്റെ റിസൾട്ട് നേരെ തിരിച്ച് ഇന്റഗ്രലാക്കി നമ്മൾ അവിടെ എഴുതി വെച്ചു. അന്നേരം അവിടെ ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് എന്ന റിസൾട്ട് ഉണ്ടോ നോക്കി നിങ്ങള്. ഉണ്ടോ? ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇല്ല, ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് ഇല്ലേ? ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് എഴുതിയിട്ടുണ്ട് 11ാമത്തെ റിസൾട്ടില്. ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് എഴുതിയിട്ടുണ്ട് 9ാമത്തെ റിസൾട്ടില്. പക്ഷെ ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഉണ്ടോ? ഇല്ലല്ലോ. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഇല്ല കേട്ടോ. വേറെ ഏതാ ബേസിലെ? ഇന്റഗ്രൽ ഓഫ് കൊസീക്ക് എക്സ് ഉണ്ടോ നോക്കി. ഉണ്ടോ? ഇല്ല. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഇല്ല. ഇന്റഗ്രൽ ഓഫ് കൊസീക്ക് എക്സ് ഇല്ല. വേറെ? ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് എഴുതിയിട്ടില്ല കേട്ടോ. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് എഴുതിയിട്ടില്ല. വേറെ? ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് എഴുതിയിട്ടില്ല കേട്ടോ. ചുരുക്കത്തിൽ 2 എഴുതിയിട്ടുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? 2 ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സും ഇന്റഗ്രൽ ഓഫ് കോസ് എക്സും ആണ് തിരിച്ചെഴുതിയപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 4 ഇന്റഗ്രൽ വന്നിട്ടില്ല. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് എന്താണെന്ന് അറിയില്ല. ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് അറിയില്ല. ഇന്റഗ്രൽ ഓഫ് കൊസീക് എക്സ് വന്നിട്ടില്ല. ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് വന്നിട്ടില്ല. ഇവ വരും കേട്ടോ. ഇവ 4 ഉണ്ട്. അതങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ കുറച്ച് കഴിയുമ്പോൾ രംഗപ്രവേശം ചെയ്യും. ഇപ്പൊ തൽക്കാലം വന്നില്ല എന്നുള്ളൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അവർ വന്നോളും. പറഞ്ഞ മനസ്സിലായോ? എല്ലാവർക്കും ഇന്റഗ്രൽ ഉണ്ട്. നമ്മൾ ഈ റിസൾട്ട് നേരെ തിരിച്ചെഴുതിയപ്പോൾ 2 പേരെ അവിടെ വന്നിട്ടുള്ളൂ. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സും ഇന്റഗ്രൽ ഓഫ് കോസ് എക്സും. ബാക്കി 4 പേര് കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ. ശരി, ഞാൻ അടുത്തിലേക്ക് പോവാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കിലേക്ക്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കിന്റെ റിസൾട്ടുകളും അതിന്റെ ഇന്റഗ്രലും. താഴെ അടുത്ത നമ്പർ എഴുതിക്കൊള്ളുക. ക്വസ്റ്റ്യൻ നമ്പർ 13.
Derivative of sin inverse x. Derivative of sin inverse x. എന്താണ് sin inverse x ന്റെ ഡെറിവേറ്റീവ്? എൽവിനെ ഡെറിവേറ്റീവ് ഓഫ് sin inverse x. ആ പക്ഷെ ഇല്ല. എടാ ഈ ഓർമ്മക്കുറവ് ഇന്നോടെ ഉള്ളൂ കേട്ടോ. പാരിസേ ഡെറിവേറ്റീവ് ഓഫ് sin inverse x. 1/√1 minus x square. നീ മറിച്ച് നോക്കി കണ്ടുപിടിച്ചല്ലേ? മതി, ശരി. എനിക്ക് പരാതിയില്ല കേട്ടോ, എനിക്ക് പരാതിയില്ല. മറിച്ച് നോക്കിയെങ്കിലും നിങ്ങൾ കണ്ടാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കേട്ടോ. മറിച്ച് നോക്കിയാലും കാണണം. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചുമ്മായിരിക്കരുത്. അറിയില്ലെങ്കിൽ മറച്ചു നോക്കി അതൊക്കെ ഒന്ന് കാണുമെങ്കിലും ചെയ്യാം. അത്രയും പണിയെങ്കിലും എടുക്കും കേട്ടോ. ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് sin inverse x equal to 1/√1 minus x square. 1/√1 minus x square. തിരിച്ചു പറഞ്ഞേ പാരിസേ, തിരിച്ചു പറഞ്ഞേ. ഇന്റഗ്രൽ ഓഫ് 1/√1 minus x square. Integral 1/√1 minus x square dx equal to sin inverse x. Sin inverse x plus c. Integral of 1/√1 minus x square dx equal to sin inverse x plus c. 14. Derivative of cos inverse x. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് cos inverse x? Mega cos inverse x. മൈക്കോൺ ആയിട്ടില്ല അവിടെ. ശരിയായില്ല, കേട്ടില്ല. അമൻ cos inverse x ന്റെ ഡെറിവേറ്റീവ് അറിയില്ല സാർ. കേട്ടാ, നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് ആദ്യം 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻ എഴുതി, പിന്നെ ഇൻവേഴ്സ് തുടങ്ങി. അപ്പൊ സൈൻ ഇൻവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത കോസ് ഇൻവേഴ്സ് ചോദിക്കും എന്ന് അറിയാൻ പാടില്ലടാ. ഇത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചോദിക്കും? എന്താ അമ്മനെ അടുത്ത് എന്തായിരിക്കും ചോദിക്കാൻ പോണേ? അടുത്തത് ടാൻ ഇൻവേഴ്സ്. പിന്നെയോ കോട്ട്. അതിന്റെയൊക്കെ ഇൻവേഴ്സ് കേട്ടോ. ഇൻവേഴ്സ് ചോദിക്കടാ. അപ്പൊ ബുക്ക് ഒന്ന് മറച്ചു വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ പാടില്ലടാ. ഇന്നതാ ചോദിക്കാൻ പോണേ നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാലെങ്കിലും അതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് വെക്കാൻ പാടില്ലടാ. അതിനൊരു പറ്റാണ്ടാണോ അവനെ കാലത്ത് എഴുതിയിരിക്കണേ? നിന്റെ കയ്യിൽ ഉണ്ടോ അതൊക്കെ എഴുതിയേക്കണത്? ഉണ്ടോടാ? ഇടാ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പാടില്ല. ശരി, നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോടാ. അതനുസരിച്ച് ഇനി ഇത് ഒരെണ്ണം ചോദിച്ചു, അപ്പൊ ഇനി ഇന്ത്യ സ്റ്റൈലിലേക്കായിരിക്കും വന്നത്. അപ്പൊ അടുത്ത് ഇന്നതൊക്കെ ചോദിക്കും എന്ന് അറിയാൻ പാടില്ല. അതൊക്കെ നോക്കി കണ്ടുപിടിക്കണ്ടേ? അതും ഞാൻ പറഞ്ഞു തന്നെ അല്ലേ? എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും പറഞ്ഞു തന്നെ. ആൾറനെ പറഞ്ഞടാ. ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് -1 by√1 minus x square. -1/√1 minus x square. തിരിച്ചു പറഞ്ഞേ. 1/√1 minus x square dx is equal to minus cos x cos inverse minus cos inverse x plus c. Minus cos inverse x plus c. രണ്ടിന്റെ ഇന്റഗ്രലിൽ 2 റിസൾട്ട് വരും കേട്ടോ. രണ്ടും സെയിം ആണ്. ഇന്റഗ്രലിൽ ഒന്ന് സൈൻ ഇൻവേഴ്സ് എക്സ് ആവാം, അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആവാം. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്.
Derivative of tan inverse x. എന്തായിരിക്കും അമീന സിദ്ധി? 1/1 plus x square. Very good. 1/1 plus x square. Derivative of tan inverse x 1/1 plus x square. തിരിച്ചു പറഞ്ഞേ. Integral of 1/1 plus x square dx is equal to tan inverse x plus c. ശരി, tan inverse x plus c. Number 16. Derivative of cot inverse x. നേരെ തിരിച്ചെഴുതാം. Derivative of cot inverse x equal to. അതിൽ സേ minus 1/1 plus x square. Minus 1/1 plus x square. തിരിച്ചു പറഞ്ഞോനെ. Integral 1/1 plus x square dx equal to cot inverse x plus c. ചെറിയ ഇവിടെ ഉണ്ട്. Minus cot inverse. Minus cot inverse x plus c. Derivative of cosec inverse x. Cosec ആദ്യം sec എഴുതാം. Derivative of sec inverse x. Derivative of sec inverse x. എന്നിട്ട് cosec എഴുതാം കേട്ടോ. എന്ത് വരും derivative of sec inverse x? സുഹൈല കിട്ടിയടാ. Derivative of sec inverse x. ഇല്ല. ശരി ശരി. നിഹാലെ, നിന്റെ കയ്യിലില്ല ഇതൊന്നും? അബുവേ, sec inverse x ന്റെ ഡെറിവേറ്റീവ് 1/x square root of x square minus 1. തിരിച്ചു പറഞ്ഞേ. ഇന്റഗ്രൽ ഓഫ് 1/x square root of x square minus 1 dx is equal to sec square sec minus 1x. അതിനെന്താ പറയാ? sec minus 1x നമ്മൾ വേറെ പേര് പറയല്ലോ. sec inverse. Sec inverse x plus c. Then 18ാമത്തേത് derivative of cosec inverse x. Derivative of cosec inverse x. 5 say minus 1/x root x square minus 1. Minus 1/x root x square minus 1. Integral of minus 1/x root x square minus 1 dx. Minus 1 out of plus modi equal to minus cosec inverse x plus c. Minus cosec inverse x plus c. Derivative of e raised to x. എന്താണ് ജെസ്സിയ ഡെറിവേറ്റീവ് ഓഫ് e raised to x? e raised to x തന്നെ. ഡെറിവേറ്റീവ് ഓഫ് e raised to x തന്നെ കേട്ടോ. അപ്പൊ തിരിച്ചു പറഞ്ഞ ജെസ്സിയ. Integral of e raised to x equal to dx equal to e raised to x plus c. ശരി. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x ആണ്. e raised to x ന്റെ ഇന്റഗ്രലും e raised to x തന്നെയാണ് കേട്ടോ.
ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ്, ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സ് തന്നെ. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രലും ഇ റേസ് ടു എക്സ്. അടുത്തത് 20 ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് അല്ലെങ്കിൽ ലോഗ് മോഡ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താ അസ്ലമേ? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് സാർ അറിയില്ല, മറന്നുപോയതാ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ആര് പറയും? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് അറിയാവുന്ന അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് പെട്ടെന്നോട്ടെ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 by x. Derivative of log x equal to 1 by x. Derivative of log x equal to 1 by x. Integral of 1 by x dx. Integral of 1 by x dx equal to log mod x plus c. അതായത് നെഗറ്റീവ് നമ്പറിന് ലോഗരിതം ഇല്ല കേട്ടോ. നെഗറ്റീവ് നമ്പേഴ്സിന് ലോഗരിതം ഇല്ല. അതുകൊണ്ടാണ് ലോഗ് മോഡ് എക്സ് എന്ന് കൊടുക്കുന്നത്. മോഡുലസ് എടുക്കണം. നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ്, പോസിറ്റീവ് നമ്പേഴ്സിനാണ് ലോഗരിതം ഉള്ളൂ. അതുകൊണ്ടാണ് മോഡുലസ് എടുക്കുന്നത് കേട്ടോ. അടുത്ത ലാസ്റ്റ് റിസൾട്ട്, അത് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആവശ്യമായിട്ട് വരും കേട്ടോ, ചിലപ്പോഴൊക്കെ ആവശ്യമായിട്ട് വരും. അത് 21 ലാസ്റ്റ് റിസൾട്ട് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് പറയാമോ? ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് എന്താന്ന് ആർക്കറിയാം? ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് അറിയാമോ? അതിലെ ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എ റൈസ് ടു എക്സ് ലോഗ് എ ആണ് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ്, എ റൈസ് ടു എക്സ് ലോഗ് എ ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് ലോഗ് എ. തിരിച്ച് ഇന്റഗ്രൽ ഓഫ് എ റൈസ് ടു എക്സ് ഡി എക്സ് ഇതെന്താന്ന് പറഞ്ഞു തന്നെ. ഇനി തിരിച്ച് ഇന്റഗ്രൽ ഓഫ് എ റൈസ് ടു എക്സ് ഡി എക്സ് ബേസിലെ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് എ റൈസ് ടു എക്സ് ഡി എക്സ് ലോഗ് എടാ ഇപ്പോൾ ഇന്റഗ്രൽ കൊടുത്താൽ നീ ലോഗ് ചെയ്യാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയാ പോരെ? ഇന്റഗ്രൽ ഓഫ് എ റൈസ് ടു എക്സ് ആവില്ലേ? ഈ ലോഗ് ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഇതിന്ന് a raised to x by log mod of a. ലോഗ് എ എറിയാ മതി. ലോഗ് എ പ്ലസ് സി. എ റൈസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി എന്ന് വരും. എ റൈസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി. 21 റിസൾട്ട് കേട്ടോ. 21 ഇപ്പൊ തന്നിട്ടുണ്ട്. 21 42 ആയിട്ടോ. 21 ഡെറിവേറ്റീവ് ഉണ്ട്, നേരെ തിരിച്ച് 21 ഇന്റഗ്രലും ഉണ്ട്. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ, മനസ്സിലാക്കി പഠിക്കണം. നിങ്ങൾ ഇതൊക്കെ എവിടെയെങ്കിലും കാണാൻ പാകത്തിന് എഴുതി വെക്കുക കേട്ടോ. വൃത്തിയായിട്ട് കാണാൻ പാകത്തിന് എഴുതി വെക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ കാണട്ടെ. ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് നോക്കുക. അത് എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഈ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ. ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ പോയാലും അല്ലെങ്കിൽ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട് എവിടെ പോയാലും നിങ്ങൾക്ക് റിസൾട്ടുകൾ വേണം. ഇതില്ലാണ്ട് രക്ഷയില്ല. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ബേസ് ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാതിരിക്കണം. ഇതറിയില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. റിസൾട്ടുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഒരു ദിവസം പഠിച്ചുകൊണ്ടോ ഒരു പ്രാവശ്യം പഠിച്ചുകൊണ്ടോ ഒന്നും കിട്ടില്ല. ഇത് മറന്നു പോകും.
ദിവസവും പഠിക്കണം. ദിവസവും ഒരു 10 മിനിറ്റ് നിങ്ങൾ റിസൾട്ടുകൾക്ക് വേണ്ടി മാറ്റിവെക്കണം. എന്നാലേ റിസൾട്ട് തറവാകുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ തറവായി കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇത് കൂടാതെ ഇനിയും റിസൾട്ടുകൾ ഉണ്ട് കേട്ടോ. ഇനിയും റിസൾട്ടുകളുണ്ട്. അത് ഓരോരുത്തരായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ റിസൾട്ടുകളുടെ എണ്ണം അന്നേരം കൂടിക്കൊണ്ടിരിക്കും. തൽക്കാലം അടുത്ത ക്ലാസ്സിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിക്കണം. എഴുതി പഠിക്കുക കേട്ടോ. എഴുതി പഠിക്കുക, വേറെ മാർഗമില്ല. ഇനി താഴെ പ്രോപ്പർട്ടീസ്. ഡിഫറൻസിയേഷൻ നമ്മൾ ഉപയോഗിച്ച അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ്. പ്രോപ്പർട്ടീസ് ഹെഡിങ് കൊടുത്തേക്കുക. പ്രോപ്പർട്ടീസ്. properties. ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞു തന്നെ കേട്ടോ. നമ്പർ ഇട്ട് എഴുതുക. ഒന്നാമത്തേത് ഇന്റഗ്രൽ ഓഫ് കെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. പ്രോപ്പർട്ടി എന്താന്ന് ചുമ്മാ എഴുതി വെച്ചാൽ പോരാ, അതെന്താന്ന് മനസ്സിലാക്കണം. അത് പിന്നീട് വരുന്ന സന്ദർഭങ്ങളിൽ അപ്ലൈ ചെയ്യാനും പറ്റണം കേട്ടോ. നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം, എന്നാലാണ് പഠിത്താവുള്ളൂ. ഇന്റഗ്രൽ ഓഫ് കെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കെ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. എന്റെ ഇടയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞതാണ്, റിസൾട്ട് ആയിട്ട് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്റഗ്രൽ ഓഫ് കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ത് ചെയ്യും? എന്തായിരിക്കും ചന്ദന? ഇന്റഗ്രൽ ഓഫ് കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡെറിവേറ്റീവിലാണ് നിങ്ങൾ എന്ത് ചെയ്യും? അത് തന്നെ ഡെറിവേറ്റീവിൽ പഠിച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ കേട്ടോ. ഡെറിവേറ്റീവ് പഠിച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇന്റഗ്രേഷൻ ആയത് മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്. എന്ത് ചെയ്യണം? എന്തോ? സീറോ. അത് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ആണ് സീറോ. ഇവിടെ ഇന്റഗ്രൽ ഓഫ് കെ എഫ് ഓഫ് എക്സ് ആണ് എന്റെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ ഓഫ് കെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും ആഷിഖ് നസ്രെ? ഇന്റഗ്രൽ ഓഫ് കെ എഫ് ഓഫ് എക്സ്. കെ ഒരു കോൺസ്റ്റന്റ് ആണ്. വെരി ഗുഡ്. കെ കോൺസ്റ്റന്റ് പുറത്തെടുക്കുക കേട്ടോ. ഡെറിവേറ്റീവിൽ എടുക്കുന്ന പോലെ തന്നെ കോൺസ്റ്റന്റ് കെ പുറത്തെടുക്കുക, ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും ആൻസർ. ഇന്റഗ്രൽ ഓഫ് കെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെനെ പുറത്തേക്ക് മാറ്റി ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. കോൺസ്റ്റന്റ് ആയ കെനെ പുറത്തേക്ക് മാറ്റിയിട്ട് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണുന്നു. അടുത്തത് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതെന്തായിരിക്കും ജെസിയ? രണ്ട് ഫംഗ്ഷനെ കൂട്ടിയിട്ട് ഇന്റഗ്രൽ കാണാം. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൂട്ടിയിട്ട് ഇന്റഗ്രൽ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് കേട്ടോ. രണ്ട് ടേമിന്റെ സമ്മിന്റെ ഇന്റഗ്രൽ കാണാൻ പറഞ്ഞാൽ ഓരോ ടേമും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കൂട്ടിയാൽ മതി. ഡിഫറൻസിയേഷനകത്ത് നമ്മൾ അങ്ങനെ ചെയ്യണേ. 10 ടേമിന്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ 10 ടേമിന്റെയും ഡെറിവേറ്റീവ് കണ്ടിട്ട് കൂട്ടും. കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കും. ഇവിടെ അതുപോലെ തന്നെ കേട്ടോ. ടേം ബൈ ടേം ഇന്റഗ്രൽ കാണുക. ടേം ബൈ ടേം ഇന്റഗ്രൽ കണ്ടിട്ട് കൂട്ടുവാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുവാണെങ്കിൽ കുറയ്ക്കുക. മൈനസ് എഴുതിക്കോ. അടുത്തായിട്ട് മൂന്നാമതായിട്ട് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ്. നാലാമത്തെ ഇന്റഗ്രൽ ഓഫ് കെ വൺ എഫ് ഓഫ് എക്സ് പ്ലസ്
K2 G of X minus K3 H of X dx. ഇതെന്താണെന്ന് എഴുതിക്കേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി പറഞ്ഞിരിക്കുന്നു കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി പറഞ്ഞേക്കുന്നതാണ് ഇന്റഗ്രൽ ഓഫ് K1 F of X പ്ലസ് K2 G of X minus K3 H of X dx. എന്താ ബേസിൽ ഇതിന്റെ ആൻസർ? ആ പറഞ്ഞോടാ. ഇന്റഗ്രൽ ഓഫ് K1 K കോൺസ്റ്റന്റ് അല്ലേ K1 കോൺസ്റ്റന്റ് ആ. K1 ഇന്റഗ്രൽ ഓഫ് F of X dx. K1 integral of F of X dx plus K2 കോൺസ്റ്റന്റ്. അതെ അതെ. ഇന്റഗ്രൽ ഓഫ് G of X dx. ഓക്കെ. മൈനസ് K3 integral of H of X dx. വെരി ഗുഡ്. ഇന്റഗ്രൽ ഓഫ് H of X dx. അപ്പൊ കൂട്ടാനിലാണെങ്കിൽ കൂട്ടണം, കുറയ്ക്കാനിലാണെങ്കിൽ കുറയ്ക്കണം, കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റിക്കൊള്ളണം. താഴെ ഒരു നോട്ടായിട്ട് എഴുതുക കേട്ടോ. നോട്ട് എന്നിട്ട് നമ്പർ 1 ആയിട്ട് എഴുതിക്കൊള്ളുക. നോട്ട് നമ്പർ 1. It is enough to write. It is enough to write. It is enough to write only one constant of integration. It is enough to write. It is enough to write only one constant of integration. It is enough to write only one constant of integration in the final answer. It is enough to write only one constant of integration in the final answer. ആൻസറിനകത്ത് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ 10 ടേം ഉണ്ടെങ്കിൽ 10 പ്രാവശ്യം നിങ്ങൾ സി ഇട്ട് വെക്കണ്ട. 10 ടേം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിലേ 10 പ്രാവശ്യം സി ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു സി കൊടുത്താൽ മതി. ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുത്താൽ മതി. താഴെ രണ്ടാമത്തത്. When the denominator contains only one term, when the denominator contains only one term and the numerator contains more than one term. Denominator contains only one term, denominator nath oru term and the numerator contains more than one term. When the denominator contains only one term and the numerator contains more than one term, then divide every term in the numerator. Then divide every term in the numerator. Divide every term in the numerator by the denominator. By the denominator. By the denominator. ആ പറഞ്ഞിരിക്കുന്നതിന്റെ മീനിങ് ഇതാട്ടോ പിള്ളേരെ. അതായത് ചില ക്വസ്റ്റിനകത്ത് ഇപ്പൊ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇന്റഗ്രൽ ഓഫ് x raised to 5 plus x cube plus x square by x dx. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതായത് ഇവിടെ ന്യൂമറേറ്ററിനകത്ത് 3 ടേം ഉണ്ട് അല്ലേ? ന്യൂമറേറ്ററിൽ 3 ടേമും താഴെ ഒരു ടേമും അല്ലേ ഉള്ളൂ. ന്യൂമറേറ്ററിൽ 3 ടേമും താഴെ ഒരു ടേമും വരികയാണെങ്കിൽ എഴുതണ്ട കേട്ടോ. ന്യൂമറേറ്ററിൽ 3 ടേമും താഴെ ഒരു ടേമും ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ന്യൂമറേറ്റർ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇത് ഇന്റഗ്രൽ ഓഫ് x raised to 5 by x plus x cube by x plus x square by x ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യും. അതാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ന്യൂമറേറ്ററിൽ ഒന്നിലധികം ടേമും ഡിനോമിനേറ്ററിൽ ഒരു ടേമും ഉള്ളെങ്കിൽ ആ ഡിനോമിനേറ്റർ കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യും. ബാക്കി നാളെ പറയാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വരിക കേട്ടോ. ബാക്കി കാര്യങ്ങൾ നാളെ പറയാം.
Okay, thank you. Thank you, sir. Okay.